നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതിന് പിന്നാലെ തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ഒരു പേരാണ് ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായിട്ടുള്ള വ്ലോഗർ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യുവതി. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിരവധി സബ്സ്ക്രൈബേഴ്സാണ് ജ്യോതി മൽഹോത്ര സ്വന്തമാക്കിയത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് താൻ പോകുന്ന സ്ഥലങ്ങളുടെയൊക്കെ തന്നെ വിവരങ്ങൾ ജ്യോതി മൽഹോത്ര പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിൽ സഞ്ചരിച്ച വീഡിയോകളൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അന്വേഷണ ഏജൻസികളെ സംശയിപ്പിച്ചിരുന്നു. പിന്നീട് ജ്യോതി മൽഹോത്രയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും തെളിവുകൾ സഹിതം അന്വേഷിച്ചപ്പോഴാണ് കൃത്യമായി ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത്. എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ജ്യോതി മൽഹോത്ര അടുത്ത ബന്ധമായിരുന്നു സൂക്ഷിച്ചിരുന്നത്. ഇതുവഴിയാണ് ജ്യോതി മൽഹോത്ര ഇന്ത്യയിൽ നിന്നുള്ള പല വിവരങ്ങളും പാകിസ്ഥാനിലേക്ക് ചോർത്തി നൽകിയത്. നിലവിൽ ജ്യോതി മൽഹോത്ര മാത്രമല്ല, നിരവധി ആളുകളെ ഇത്തരത്തിൽ ചാരവൃത്തി നടത്തിയ കേസിൽ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് ചാനലൊക്കെ പരിശോധിച്ചപ്പോൾ അവർ കേരളത്തിലും ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോകളും ദൃശ്യങ്ങളൊക്കെ തന്നെ ജ്യോതി മൽഹോത്ര തൻ്റെ യൂട്യൂബ് ചാനലിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സർക്കാരിന്റെ അതിഥിയായെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി മന്ത്രി PA മുഹമ്മദ് റിയാസ് രംഗത്ത് വരികയാണ്. സംസ്ഥാനത്തിന് പുറത്തു നിന്നുള്ള വ്ലോഗർമാരെ ടൂറിസം പ്രചാരണത്തിനായി കൊണ്ടുവരാറുണ്ടെന്നും ചാരപ്രവർത്തി ചെയ്യുന്ന ആളെന്ന് അറിഞ്ഞിട്ടല്ല ജ്യോതി മൽഹോത്രയെ കൊണ്ടുവന്നതെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരിക്കുകയാണ്. ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് വിനോദസഞ്ചാര വകുപ്പിന്റെ ക്ഷണപ്രകാരമെന്ന വിവരാവകാശ രേഖ പുറത്തു വന്നതിന് പിന്നാലെയാണ് വിശദീകരണവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വന്നത്. ബോധപൂർവം ഇത്തരം ആളുകളെ കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ എന്നും റിയാസ് ചോദിച്ചു. നല്ല ലക്ഷ്യത്തോടെയാണ് സർക്കാർ വ്ലോഗർമാരെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്നും ചാരവൃത്തി ചെയ്യുന്ന ആളാണെന്ന് കരുതിയില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാരും മന്ത്രിമാരും ചാരവൃത്തിക്ക് സഹായം ചെയ്യുന്നവരാണെന്ന് ആണോ കരുതുന്നതെന്നും മന്ത്രി ചോദിച്ചു. അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് നൽകുന്നതെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെയും മന്ത്രി മുഹമ്മദ് റിയാസ് വിമർശിച്ചു. ബോധപൂർവം ഇത്തരക്കാരെ കൊണ്ടുവരുമെന്ന് കരുതുന്നുണ്ടോ? ജനങ്ങൾക്ക് സത്യമറിയാം. ആരുടെയെങ്കിലും പ്രതികരണം എടുത്തിട്ടാണോ വാർത്ത നൽകേണ്ടത്? സർക്കാരിനും മന്ത്രിക്കും വകുപ്പിനും റോൾ ഉണ്ടോ എന്ന് മാധ്യമ പ്രവർത്തകർ വാർത്ത നൽകുമ്പോൾ പരിശോധിച്ചിരുന്നു. ചാരപ്രവൃത്തിയാണ്, ഗുരുതര വിഷയമാണ്, ചില്ലറ കളിയല്ല, തമാശയുമല്ല. ഇത്തരം അസംബന്ധ വാർത്തകൾ തുടങ്ങി വെച്ചവരെ പുറത്തു കൊണ്ടുവരണം. BJPക്ക് രാഷ്ട്രീയ അജണ്ട കാണും. ഇത്തരം പ്രചാരണങ്ങളോട് പുല്ലുവിലയാണ്. ജനം കൂടെയുണ്ടാവും. മാധ്യമങ്ങൾക്ക് തോന്നും പോലെ വാർത്ത നൽകാം, നോ പ്രോബ്ലം എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ജ്യോതി മൽഹോത്ര വിഷയത്തിൽ മാധ്യമങ്ങളെ വിമർശിച്ച മന്ത്രി വസ്തുതകൾ അന്വേഷിക്കാതെ വാർത്ത നൽകരുതെന്നും ആരുടെയെങ്കിലും രാഷ്ട്രീയ ആരോപണങ്ങൾ ഏറ്റെടുക്കുകയല്ല വേണ്ടതെന്നും തുറന്നടിച്ചു. രാജ്യദ്രോഹ കുറ്റം ചെയ്ത ആളെ സർക്കാർ വിളിച്ചു വരുത്തുമെന്ന് കരുതുന്നുണ്ടോ? നല്ല ഉദ്ദേശത്തോടെ മുൻപും ചെയ്യുന്നത് പോലെയാണ് യൂട്യൂബറായ മൽഹോത്രയെയും വിളിച്ചത്. ബോധപൂർവം ഇത്തരം ആളുകളെ സർക്കാർ കൊണ്ടുവരുമോ? പ്രചാരണം നടത്തുന്നവർ ഇഷ്ടം പോലെ ചെയ്തോട്ടെ, അതിൽ ഭയമില്ല. ജനങ്ങൾക്ക് സത്യമറിയാം. ഏതായാലും അതാണ് മന്ത്രിയുടെ അഭിപ്രായം. കേരളത്തിലേക്ക് മൽഹോത്രയെ ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് വേതനം നൽകിയെന്നും താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയെന്നുമാണ് ആരോപണമുയർന്നത്. കണ്ണൂർ, കൊച്ചി, മൂന്നാർ, ആലപ്പുഴ, തിരുവനന്തപുരം എന്നിവിടങ്ങളാണ് ടൂറിസം പ്രൊമോഷനായി ജ്യോതി എത്തിയത്. ഇവിടെ നിന്നെല്ലാം വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ചും ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും തെളിഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു. 2025 ജാനുവരി 15 മുതൽ 21 വരെ ജ്യോതി കേരളത്തിലുണ്ടായിരുന്നു. സംസ്ഥാനത്തെ ടൂറിസം കേന്ദ്രങ്ങളെ സംബന്ധിച്ച വിശദാംശങ്ങൾ അവർ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിരുന്നു. ജ്യോതി ചാരവൃത്തി നടത്തിയതായി അന്ന് തെളിഞ്ഞിരുന്നില്ല. കേരളത്തിൽ വന്ന് 4 മാസം കഴിഞ്ഞ് മെയ് 17 അവർ അറസ്റ്റിലായത്. 15 വർഷത്തിനുള്ളിൽ 500-ലധികം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ കേരളത്തിലെത്തിയിട്ടുണ്ട്.
ടൂറിസം പ്രോത്സാഹനത്തിനായി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 40-ലേറെ വ്ളോഗർമാരെത്തിയിരുന്നു. ജ്യോതി മൽഹോത്ര അതിലൊരാൾ മാത്രമായിരുന്നു. ബ്ലോഗ് എക്സ്പ്രസ്, കേരളം കാണ, മൈ ഫസ്റ്റ് ട്രിപ്പ്, ഹ്യൂമൻ ബൈ നേച്ചർ, ലാൻഡ് ഓഫ് ഹാർമണി തുടങ്ങിയ വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെയാണ് ഇൻഫ്ലുവൻസർമാരെ എത്തിക്കുന്നത്. ടൂറിസം പ്രചാരണത്തിന് നേരത്തെ തന്നെ എംപാനൽ ചെയ്ത മാർക്കറ്റിംഗ് ഏജൻസികൾ പ്രവർത്തിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ സ്വീകാര്യതയുള്ള വ്ളോഗർമാരെ അവർ തിരഞ്ഞെടുക്കുകയും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയുമാണ് ചെയ്യുക. സോഷ്യൽ മീഡിയയിലുള്ള സ്വീകാര്യതയും അവർ ടൂറിസം മേഖലയിൽ സമാനമായി ചെയ്ത വ്ളോഗുകളും പരിശോധിച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജ്യോതിയെ തിരഞ്ഞെടുത്തതും ഈ മാനദണ്ഡപ്രകാരമാണ്. ചാരവൃത്തിക്ക് പിടിയിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതിന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരം പറയണമെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസും പറഞ്ഞിരുന്നു. ജ്യോതി മൽഹോത്ര ആയത് നന്നായി എന്നും ജ്യോതി മാഹിനായിരുന്നുവെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിമുകളും ഇപ്പോൾ മറുപടി പറയേണ്ടി വന്നേനെന്നും അദ്ദേഹം പറഞ്ഞു. ജനം കൂടെയില്ലെന്ന് നിലമ്പൂർ വ്യക്തമാക്കിയതാണ് അഹങ്കാരവും ധിക്കാരവുമല്ല കാണിക്കേണ്ടതെന്നും ഫിറോസ് പറഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് മുഹമ്മദ് റിയാസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് വേതനം നൽകിയെന്നും താമസം, ഭക്ഷണം, യാത്രാ സൗകര്യം എന്നിവ ഒരുക്കിയെന്നും വാർത്തകളുണ്ടായിരുന്നു. കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിലെത്തിയത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ച് ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായും തെളിഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു. ആ ഘട്ടത്തിലാണ് കേരളത്തിലും അവർ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിലെയും പല പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് മേഖലകളിലും ജ്യോതി മൽഹോത്ര സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള തെളിവുകൾ ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് ലഭിക്കുന്നത്. ജ്യോതി മൽഹോത്ര മാത്രമല്ല ഇത്തരത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഒരുപാട് ആളുകളെയാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായിരിക്കുന്നത്. ജ്യോതിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലാപ്ടോപ്പുകളിൽ നിന്നും ആവശ്യമായ തെളിവുകളൊക്കെ തന്നെ അന്വേഷണ ഏജൻസികൾ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, പാക് എംബസിയിലെ ഉന്നതരുമായിട്ടും വലിയ ബന്ധമാണ് ജ്യോതി മൽഹോത്ര സൂക്ഷിച്ചിരുന്നത്. ഇതിനു മുൻപ് ജ്യോതി മൽഹോത്ര മറ്റൊരു വീഡിയോ പുറത്തു വന്നിരുന്നു. അതായത് പാക്കിലെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ, തെരുവുകളിലൂടെയൊക്കെ തന്നെ സഞ്ചരിക്കുമ്പോൾ തോക്കേന്തിയ ആളുകൾ ജ്യോതി മൽഹോത്രയ്ക്ക് സുരക്ഷ നൽകുന്ന ദൃശ്യങ്ങൾ മറ്റൊരു വ്ളോഗർ അവിടെ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് തന്നെ എത്രത്തോളം പിടിപാടാണ് ജ്യോതി മൽഹോത്രയ്ക്ക് പാകിസ്ഥാനിലുള്ളത് എന്നുള്ളത് തെളിയിക്കുന്നതായിരുന്നു ആ ദൃശ്യങ്ങൾ. ഏതായാലും ജ്യോതി മൽഹോത്ര മാസങ്ങളായിട്ട് ഇത്തരത്തിൽ ഇന്ത്യയിൽ ജീവിച്ചുകൊണ്ട് പാകിസ്ഥാന് ചാരപ്പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുള്ള തെളിവുകളടക്കം തന്നെ ഇന്ത്യ ശേഖരിച്ചു കഴിഞ്ഞു. ഇനിയും കൂടുതൽ വിവരങ്ങൾ, എന്തൊക്കെ വിവരങ്ങളാണ് പാകിസ്ഥാന് ചോർത്തി നൽകിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായി ഇന്ത്യ അന്വേഷിച്ചു വരികയാണ്.